വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ അന്നേരം തൻ്റെ സങ്കടങ്ങളൊക്കെ വിഷ്ണുവിനോട് പറയുകയാണ്. അവൾ വളരെ വൈകിയാണ് വീട്ടിലെത്താറ്. ചോദിച്ചാൽ ഏതോ ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി ബ്ലഡ് കൊടുക്കാനായിട്ട് പോയി, കൂട്ടിരിക്കാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. വളരെ വൈകി ആയതുകൊണ്ട് ബസ് കിട്ടില്ല, അതുകൊണ്ട് ആരുടെയൊക്കെ ബൈക്കിൽ വരുന്നു എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അവൾ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിക്കുമായിരുന്നു. അന്നേരം സംശയം തോന്നിയപ്പോൾ രാജീവ് സാറിനെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അന്നേരം സാറാണ് പറഞ്ഞിരുന്നത് കബഡി ക്ലാസ്സിനും ഒന്നിനും അവൾ ചെല്ലുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് പൊട്ടി കരയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനും ആകെ അങ്ങ് വിഷമമാവുകയാണ്. തുടർന്ന് വിഷ്ണു ശ്യാമ എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഈ ശാലിനി അവളെ ഒരുപാട് ഉപദ്രവിച്ചു, അവൾ അകത്തുണ്ട്, ഒരു ഡോക്ടർ വന്ന് പരിശോധിച്ചു എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ്. അന്നേരം ശാലിനി ഒന്ന് നോക്കുമ്പോൾ ശാലിനി തല താഴ്ത്തി നിൽക്കുകയാണ്. തുടർന്ന് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്യാമയെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് ശ്യാമയെ കാണാനായിട്ട് കയറുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ നടുമുറ്റത്തിൻ്റെ ആ തറയിൽ അങ്ങനെ മുഖം കുനിച്ച് ശ്യാമ ഇരിക്കുകയാണ്. പെട്ടെന്ന് ശ്യാമയെന്നും പറഞ്ഞ് വിഷ്ണു ചെന്ന് തോളിൽ കൈവയ്ക്കുമ്പോൾ ആകെ ഒരു ഭയപ്പാടോടുകൂടി ശ്യാമ അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അന്നേരം മോളെ ഞാനാണ് വിഷ്ണുവേട്ടൻ എന്ന് പറയുന്നുണ്ട്. അന്നേരവും ശ്യാമ പേടിയോടെ അങ്ങ് തൂണിലേക്ക് ചാരി ആകെ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ്. മയക്കുമരുന്ന് കിട്ടാത്തതിലുള്ള ഒരു ഞരക്കവും എല്ലാം ശ്യാമയുടെ മുഖത്തും കൈ ഇറുക്കി പിടിക്കുകയും വെപ്രാളവും എല്ലാവരെയും ഇങ്ങനെ ചുറ്റും പരതിയൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ ശ്യാമയെ ഒരു ചോദ്യം ചെയ്യാനായിട്ട് വന്നതല്ല, നിനക്കത് എവിടെ നിന്ന് കിട്ടിയെന്നോ നിനക്ക് ആര് തന്നോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നീ ഞങ്ങളുടെ മനസ്സിൽ ഒരു കുഞ്ഞനിയത്തിയാണ്. പിന്നെ നീ രാജീവ് സാറിനെ കുറിച്ച് എന്തൊക്കെയോ കുറ്റാരോപണങ്ങളൊക്കെ പറഞ്ഞു എന്ന് കേട്ടല്ലോ, അതൊന്നും ശരിയല്ല. നീ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ കുസൃതി കാണിക്കുന്ന കുഞ്ഞനിയത്തിയാണ്, അതിൽ കൂടുതലൊന്നും നീ വളർന്നിട്ടില്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരവും പേടിയോടും ഒരു ഭീതിയോടും കൂടി നിൽക്കുകയാണ് ശ്യാമ. പിന്നീട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ വിഷ്ണു ഒരുപാട് ശ്യാമയോട് സംസാരിക്കുന്നുണ്ട്. ആദ്യം അവർ ഉപയോഗിച്ച് നോക്കാനായിട്ട് ഞങ്ങൾക്ക് തരും, ആദ്യം പൈസയൊന്നും വാങ്ങിക്കില്ല. പിന്നീട് നമ്മൾ അതിൽ ഉപയോഗിച്ച് അടിമയായി കഴിഞ്ഞു എന്ന് തോന്നിയാൽ പിന്നീട് അവർ പിടിമുറുക്കും. പിന്നെ പണത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും എന്നുള്ളൊരു വക്കിലേക്ക് തന്നെ എത്തും. തുടർന്ന് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വിഷ്ണു ശ്യാമയോട് പറയുന്നുണ്ട്. ഈ മയക്കുമരുന്ന് വാങ്ങിക്കാനായിട്ട് പെൺകുട്ടികളാണ് ചെല്ലുന്നതെങ്കിൽ പിന്നീട് അവരുടെ ഡിമാൻഡ് കൂടും. ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അവർ വിളിക്കുന്നിടത്തേക്കൊക്കെ നിങ്ങൾ ചെല്ലും. അവസാനം കെട്ടടങ്ങി കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവസാനം ആത്മഹത്യ അല്ലാതെ ഈ പെൺകുട്ടികൾക്ക് വേറെ ഒരു വഴിയും കാണില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയുടെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് വിഷ്ണു സംസാരിക്കുന്നുണ്ട്. അന്നേരവും വിഷ്ണുവിൻ്റെ കൈയൊക്കെ തട്ടി മാറ്റി ആകെ ഒരു പേടിയോടും ഭയത്തോടും കൂടി ശ്യാമ അങ്ങ് മാറി നിൽക്കുകയാണ്. തുടർന്നും വിഷ്ണു പറയുന്നുണ്ട്, മോളെ നിന്നെ അങ്ങനെ വിട്ട് കളയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല, നിന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ വിഷ്ണു ഇതൊക്കെ പറയുമ്പോഴും ശ്യാമയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ശ്യാമയങ്ങ് കൈയൊക്കെ ചുരുട്ടി പിടിക്കുകയും തൂണിൽ ഉരസുകയും ഒക്കെ വേറെ എന്തൊക്കെയോ ചിന്തിക്കുകയാണ് ശ്യാമ. അന്നേരം വിഷ്ണു വീണ്ടും പറയുകയാണ്, ഇന്ന് രാജീവ് സാറിൻ്റെ കാലിലേറ്റ വെട്ട് കഴുത്തിലായിരുന്നെങ്കിൽ നിന്റെ വലിയേച്ചിക്ക് ഭർത്താവില്ലാതെ ആകുമായിരുന്നില്ലേ? പിന്നീട് നീ ശാരദാമ്മയെ പിടിച്ച് തള്ളിയപ്പോൾ ആ തല ശക്തിയായിട്ടൊന്ന് ഇടിച്ചിരുന്നെങ്കിലും അമ്മ നഷ്ടമായില്ലായിരുന്നോ? 18 വർഷം നിന്നെ നോക്കിയ ആ അമ്മ 3 പെൺമക്കളെയും കൊണ്ട് ഒരു കടൽ നീന്തിയ അമ്മയല്ലേ? അതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാനാകുമോ എന്നൊക്കെ മോളെന്ന് വിളിച്ച് ഒരുപാട് വിഷ്ണു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്നേരവും ശ്യാമ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാരദാമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ വിഷ്ണു ശ്യാമയോട് സംസാരിക്കുന്നുണ്ട്. മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമയൊന്നും മിണ്ടുന്നില്ല. തുടർന്ന് വീണ്ടും വിഷ്ണു ഒന്ന് സ്വരം മാറ്റി പറയുന്നുണ്ട്, ഇനിയും നീ ഇതിൻ്റെ പിറകെ പോകാനാണ് തീരുമാനമെങ്കിൽ ആ പാവം സ്ത്രീക്ക് ഒരൽപ്പം വിഷം വാങ്ങിച്ച് കൊടുത്തേക്കണം. അവരുടെ വിശ്വാസം അങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് തല്ലിക്കെടുത്തണ്ടാന്ന്. പക്ഷെ വിഷ്ണു അങ്ങനെ പറയുമ്പോൾ ഒന്ന് ഞെട്ടി വിഷ്ണുവിനെ നോക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ അങ്ങ് മുഖം അമർത്തി പൊട്ടി കരയുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ശ്യാമ നോക്കുന്നില്ല. തുടർന്ന് വിഷ്ണു ശ്യാമയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മോനെ അവളൊന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒന്നും ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ഉമ്മറത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട്. തുടർന്ന് ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ അകത്തേക്ക് കയറുകയാണ്. ഈ സമയം വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ശാലിനിയോടും പറയാനായിട്ട് വിഷ്ണുവിന് ഒരു വാക്കുമില്ല. ഒരു നിമിഷം ശാലിനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടെ തന്നെ വിഷ്ണു വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി വസുമതിയുടെ വീടാണ്. അവിടെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് ചിത്ര. ഈ സമയത്ത് കോടതിയിൽ ജാമ്യം എടുക്കാൻ പോയ അർജുൻ തിരികെ എത്തുകയാണ്. അന്നേരം വസുമതി കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ചിത്ര ഏട്ടാ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദ്യമൊന്നും അർജുൻ മിണ്ടുന്നില്ല. വീണ്ടും ഏട്ടാ അമ്മ എവിടെയെന്നല്ലേ ചോദിച്ചതെന്നും പറഞ്ഞ് അർജുൻ്റെ ഷർട്ടിനൊക്കെ പിടിച്ച് കുലുക്കി ചിത്ര ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മയ്ക്ക് ജാമ്യം കിട്ടിയില്ല, അവർ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ജാമ്യം എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. ആ സുസ്മിത
സുസ്മിതയെ മാപ്പുസാക്ഷിയാക്കി അവർ വിട്ടയച്ചു. അമ്മയെ സബ് ജയിലിലേക്ക് അയച്ചു. ഒരു ആഴ്ച പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ അർജുൻ പറയുമ്പോൾ ആകെ അങ്ങ് വിഷമവും ദേഷ്യവും ഒക്കെ വരികയാണ് ചിത്രയ്ക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷവും പോലീസിന് വ്യക്തമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ അമ്മയ്ക്ക് ജാമ്യം അനുവദിക്കും എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം ചിത്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ചിത്ര ചോദിക്കുകയാണ്, ഏട്ടൻ അപ്പോൾ തൃപ്തിയായില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാണ് പ്രീതിയെ വിശ്വസിക്കരുതെന്ന്. അവൾ എന്താണ് നമ്മോട് വന്ന് പറഞ്ഞത്? അത് സത്യഭാമ അവളുടെ അമ്മയല്ല എന്ന് വരെ അവൾ പറഞ്ഞില്ലേ? പക്ഷേ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം അവൾ അങ്ങ് മടങ്ങി പോവുകയും ചെയ്തു. അവളെ സത്യഭാമ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ശാലിനിയും സത്യഭാമയും പ്രീതിയും എല്ലാവരും കൂടി ആസൂത്രണം ചെയ്തു ഒരു പ്ലാൻ ആയിരുന്നു. നമ്മുടെ അമ്മ ഇപ്പോൾ ജയിലിലായി എന്നും പറഞ്ഞങ്ങ് ഒരുപാട് കരയുകയാണ് ചിത്ര. തുടർന്നും ചിത്ര പറയുന്നുണ്ട്, പ്രീതിയുടെ കുഞ്ഞിനെ കൊന്ന കേസിൽ സത്യഭാമയ്ക്കെതിരെ പരാതി കൊടുക്കാനായിട്ട് അമ്മയെ വിളിച്ചു പറഞ്ഞത് ആരാണെന്ന് ഏട്ടൻ അറിയാമോ? സുസ്മിതയാണെന്ന് ചിത്ര പറയുന്നുണ്ട്. അന്നേരം സുസ്മിതയോ എന്ന് എടുത്ത് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം പറയുകയാണ്, ഒരു നിമിഷത്തേക്കെങ്കിലും സത്യഭാമയുടെ കയ്യിൽ വിലങ്ങണിയിച്ചപ്പോൾ സുസ്മിതയും സത്യഭാമയും ഒക്കെ അങ്ങ് മനസ്സിൽ ചിരിക്കുകയായിരുന്നു. അവർ മുൻകൂട്ടി ചെയ്ത പ്ലാൻ ആയിരുന്നു. പിന്നെ ശാരദാമ്മയുടെ മകളെ പോലെ തന്നെയാണ് ശ്രീരഞ്ജിനിയും. അവർ വിഷ്ണുവിനെയും സത്യഭാമയും ഇറക്കാൻ വേണ്ടി തന്നെയാണ് അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. യാദൃച്ഛികമായിട്ടാണ് എന്ന് ഏട്ടനൊക്കെ തോന്നുന്നുണ്ടോ? അവരെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ തന്നെ ആയിരുന്നു ഇതൊക്കെ. ഞങ്ങളാണ് അവിടെ മണ്ടന്മാരായത് എന്ന് ചിത്ര അർജുനോട് പറയുകയാണ്. തുടർന്ന് വീണ്ടും ചിത്ര പറയുകയാണ്, ശാലിനിക്ക് അറിയാമായിരുന്നു അന്ന് പായസത്തിൽ നേരത്തെ വിഷം കലർത്തിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാണ് അന്ന് സ്റ്റേഷനിൽ വെച്ച് ഫോറൻസിക്കുകാർക്ക് തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞത്? അപ്പോൾ പ്രോട്ടീൻ പൗഡറിൽ നേരത്തെ വിഷം മിക്സ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് അറിയാമായിരുന്നു. എല്ലാം അവർ തയ്യാറാക്കിയ പ്ലാൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അപ്പോൾ അന്ന് അവിടെ വെച്ച് നമ്മുടെ അമ്മയെ ഒരുപാട് ആ ശ്രീരഞ്ജിനെ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ എതിർപക്ഷത്ത് നിന്ന് ഏട്ടനും ഒരുപാട് ആസ്വദിച്ചങ്ങ് ചിരിച്ചില്ലേ അവരുടെ കൂടെ ചേർന്ന്? ശാലിനിക്ക് ഒരു പക്ഷേ പായസത്തിൽ ആരാണ് സത്യഭാമയാണ് വിഷം കലർത്തിയതെന്ന് അറിയില്ലായിരിക്കാം. പക്ഷെ ആ വീട്ടിലെ പലർക്കും അതൊക്കെ അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അന്ന് പ്രീതിക്ക് മാത്രം ആ പായസം കൊടുത്തത്? വേറെ ആരും ആ പായസം കഴിച്ചില്ലല്ലോ. അപ്പോൾ അവരിതൊക്കെ നേരത്തെ തയ്യാറാക്കിയത് തന്നെയാണ്. സ്വന്തം ഭർത്താവിനെയും അമ്മായിയമ്മയും ജയിലിലിട്ടതിന് പകരമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അമ്മയെ അവളും ജയിലിലേക്ക് അയച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അർജുൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ചിത്ര ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ ചിത്ര പറഞ്ഞതൊക്കെ കേട്ടിട്ട് അർജുൻ അന്ന് പ്രീതിക്ക് പായസം സത്യഭാമ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എനിക്കിപ്പോൾ വേണ്ടാന്ന്. തുടർന്ന് രാഘവൻ നായരും പറഞ്ഞത് ഓർക്കുകയാണ്, എനിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് മതിയെന്ന്. അന്നേരമൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലിട്ട് അർജുൻ ആലോചിക്കുകയാണ്. തുടർന്ന് ചിത്ര പറയുന്നുണ്ട്, ശാലിനിക്ക് അവളുടെ ഭർത്താവിനെയും പ്രീതിക്ക് അവളുടെ അമ്മയും ഒക്കെ തിരികെ കിട്ടി. ശാലിനി സത്യഭാമയോട് ക്ഷമിച്ചല്ലോ. അപ്പോൾ പായസത്തെ വിഷം കലർത്തിയത് ഭാമയാണ് എന്ന് അറിഞ്ഞിട്ടും ശാലിനി ക്ഷമിച്ചു. തൻ്റെ കുഞ്ഞിനെ അമ്മ ഇല്ലാതാക്കി എന്ന് അറിഞ്ഞിട്ടും പ്രീതിയും ക്ഷമിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മുടെ അമ്മയെ അവർ ജയിലിലാക്കിയിരിക്കുകയാണ്. ശാലിനിക്ക് അവളുടെ ഭർത്താവിനെയും പ്രീതിക്ക് അവളുടെ അമ്മയെയും ഒക്കെ തിരികെ കിട്ടി. ഏതൊരു ബന്ധത്തെക്കാളും വലുത് രക്തബന്ധം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്ര ഒരുപാട് കാര്യങ്ങൾ അർജുനോട് പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ചിത്ര പറയുമ്പോൾ അർജുൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് മാറുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി തിരികെ കുടുംബശ്രീ വീട്ടിൽ നിന്നും സത്യഭാമയുടെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം വാതിൽ തുറന്നു കൊടുക്കുന്നത് സുസ്മിതയാണ്. അന്നേരം സുസ്മിതയെ കണ്ട് ആകെ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയും കൂടി. പക്ഷേ വിഷ്ണുവിനെയും ശാലിനിയെയും കണ്ടങ്ങ് നോക്കി ചിരിച്ച് സുസ്മിത നിൽക്കുന്നുണ്ട്. അതേസമയം അർജുൻ ചിത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒന്ന് മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുകയാണ് ചിത്ര പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.